നമസ്കാരം. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിവരുന്ന ആളുകൾ അവർക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നൽകും. ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ പ്രിവിലേജസുകൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹങ്ങളിൽപ്പെട്ട് അധസ്ഥിത വർഗങ്ങൾ എന്നുള്ള പേര് കൊത്തപ്പെട്ട് അടിയാളന്മാർ, അധകൃതന്മാർ, ഇവരൊക്കെയാണ് അവസാനം ഗതികെട്ട് ഇസ്ലാമിലേക്ക് പോകുന്നത്. അങ്ങനെ ഇസ്ലാമിന് പോകുന്ന സമയത്ത് ഇവിടെ കിട്ടിയിരുന്ന പ്രിവിലേജസ് അവിടെ കിട്ടാതെ വരുമ്പോൾ അതൊരു സങ്കടമാകും. ആ ഒരു സങ്കടം വേണ്ട. ഇവിടെ കിട്ടിയിരുന്ന എല്ലാ പ്രിവിലേജസും അവിടെ കിട്ടും, സംവരണവും ഏർപ്പെടുത്തും. അതിനുവേണ്ടി കൊടുക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുമെന്ന് MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുകയാണ്, തമിഴ്നാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയവർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള അപേക്ഷകൾ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. MMK നേതാവ് MH ജവഹറുള്ള ഇത് സംബന്ധിച്ച ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചതിന്റെ പിന്നാലെയാണ് MK സ്റ്റാലിന്റെ പ്രതികരണമുണ്ടായിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിലേക്ക്, ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയ പിന്നാക്കക്കാർക്കും അതീവ പിന്നാക്കക്കാർക്കും ഡീനോട്ടിഫൈഡ് വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപേക്ഷകൾ നൽകിയത്. അത് തമിഴ്നാട് സർക്കാർ പരിഗണിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും വലിയ കാര്യമായിട്ടത് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദേശീയ മാധ്യമങ്ങളടക്കം. കേരളത്തിൽ എങ്ങനെയാണ് ഇത്രമാത്രം മുസ്ലിങ്ങൾ ഉണ്ടായത്? മതപരിവർത്തനത്തിലൂടെ. ആരാണ് പരിവർത്തിതരായി മാറിയിട്ടുള്ളത്? ഹിന്ദുക്കളാണ്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാറിപ്പോകാനുള്ള കാരണം എന്താണ്? അതിനകത്തുള്ള A ക്ലാസ് മുസ്ലിം, B ക്ലാസ് മുസ്ലിം, C ക്ലാസ് അല്ല, A ക്ലാസ് ഹിന്ദു, B ക്ലാസ് ഹിന്ദു, C ക്ലാസ് ഹിന്ദു, അധകൃത ഹിന്ദു, അടിയാള ഹിന്ദു, വിധേയരായിട്ട് നിൽക്കേണ്ട ഹിന്ദു, വെള്ളംകോരി ഹിന്ദു, വിറകുവെട്ടി ഹിന്ദു, കണ്ടാൽ വഴിമാറി നടക്കേണ്ട ഹിന്ദു, അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത ഹിന്ദു. പണ്ടൊരു കഥ പറയാറുണ്ട്, കഥയല്ല ഒരു കാര്യം. ഒരു പോസ്റ്റ്മാൻ, ഒരു വീട്ടിൽ 2 ബ്രദേഴ്സാണ്, ചേട്ടനും അനിയനാണ്, ഇരട്ടപ്പറ്റവരാ. ഒരാൾ പോസ്റ്റ്മാനാ, മറ്റാളൊരു കർഷകനാണ്. മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ പ്രഹേളികളിൽപ്പെട്ട് ആ ജ്യേഷ്ഠൻ, അഥവാ ഇരട്ടപ്പറ്റവരിൽ ജ്യേഷ്ഠൻ അനുജെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതിൽ ഒരാൾ സഹോദരൻ, അയാൾ മതം മാറി, അയാൾ മുസ്ലിമായി. മറ്റാൾ മതം മാറിയില്ല, ഹിന്ദു എന്ന് പറയുന്ന ജന്തുവായിട്ട് നിലകൊള്ളുകയാണ്. പക്ഷേ കണ്ട വഴിമാറി നിൽക്കണം കേട്ടോ, കാരണം അയാൾ അധകൃത വർഗമാണ്. പോസ്റ്റ്മാനാണ്, ജോലി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ലെറ്ററും കൊണ്ടുവരുന്ന സമയത്ത് അവിടെയുള്ള അകത്ത് ഇരിക്കുന്ന തമ്പുരാൻ്റെ അവിടേക്ക്, മനക്കിലെ തമ്പുരാൻ്റെ അവിടേക്ക് ലെറ്ററും കൊണ്ടുവരുന്ന സമയത്ത് തൻ്റെ ജ്യേഷ്ഠൻ മതം മാറി മുസ്ലിമായിട്ടുള്ള തൻ്റെ ജ്യേഷ്ഠൻ തമ്പുരാൻ്റെ വീടിന് മുമ്പിൽ തമ്പുരാനോടൊപ്പം കസേരയിട്ടെന്ന് വർത്താനം പറയുക. ലെറ്ററും കൊണ്ട് പഠിക്കാതെ കയറാൻ നോക്കിയ പോസ്റ്റ്മാൻ സഹോദരൻ അയാളോട് തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ കയറണ്ട, അവിടെ വെച്ച് പോയിക്കോ എന്ന്. അപ്പൊ മതം മാറിയപ്പോൾ അന്തസ്സുണ്ടായി, ആഭിജാത്യമുണ്ടായി, മാന്യതയുണ്ടായി, പെരുമയുണ്ടായി, മഹിമയുണ്ടായി, മനുഷ്യനായി. ഹിന്ദുവായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ ഹിന്ദുക്കൾ, ബാക്കിയെല്ലാം ജന്തുക്കളാ, വഴിമാറി നടക്കേണ്ടവരാ, അസ്പൃശ്യരാണ്, വലിയൊരു പ്രഹേളികളിൽപ്പെട്ട് ഉഴലുകയാണ് അവർ. ഇന്നും അമ്പലങ്ങളിലെ പൂജയ്ക്ക് എത്ര പഠിച്ചാൽ അമ്പലങ്ങളിലെ പൂജയ്ക്ക് കയറ്റുമോ? പാണി കൊട്ടാൻ കയറ്റുമോ? ചെണ്ട കൊട്ടാൻ കയറ്റുമോ? മാല ഒരുക്കാൻ കയറ്റുമോ? ഇപ്പോഴും അവർ മാറി നടക്കേണ്ടവരാ, അധകൃതന്മാരാണ്.
അതിൽ മനം നൊന്നുകൊണ്ടാണ് ഈ ആൾക്കാർ മതം മാറുന്നത്. മതം മാറി അവിടെ പോയിട്ട് പേര് അബൂബക്കർ എന്നാക്കി കഴിഞ്ഞാൽ അരവിന്ദാക്ഷന് അവിടെ കയറാൻ പാടില്ല, ഇവിടെ കയറാൻ പാടില്ല, അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, ഇത്ര അകന്ന് നിൽക്കണം, ഇത്ര ഇന്ന സ്ഥലങ്ങൾ കയറാൻ പാടില്ല എന്നൊക്കെ വിധിയുള്ള ഹിന്ദു സമുദായത്തിലുള്ള ആ അരവിന്ദാക്ഷൻ, പാവം അരവിന്ദാക്ഷൻ, അയാൾ മതം മാറിക്കഴിഞ്ഞാലോ അബൂബക്കർ ആയാലോ അയാൾക്ക് എവിടെയും കയറാം. അയാൾ പിന്നെ മുസ്ലിമാണ്, അത് അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിൻ്റെ 1-ാം നമ്പർ അടിമ, 2-ാം നമ്പർ അടിമ, 3-ാം നമ്പർ അടിമ അല്ല. ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കുമാരനാശാൻ പാടി ക്രൂരന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ, മുഹമ്മദന്മാർ കൂട്ടക്കൊല നടത്തി വന്നിട്ട് പാട്ടൊക്കെയും പാടി ഒരാളവിടെ ഇരുന്നല്ലോ. ഏതോ ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ബാബു എന്ന് പറഞ്ഞൊരാള്, MR ബാബു മറ്റ, അതിന് നല്ല മറുപടി കൊടുത്തു. അലിയാർ ഖാസ്മി മറുപടി കൊടുത്തു. സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ വഴി മാറി കിടക്കട, ഓ ഓ ഓ എന്ന് പറയുന്ന സമയത്ത് വഴി മാറണം. അമ്പലത്തിൻ്റെ അടുത്ത് കൂടെ എടുക്കാൻ പാടില്ല. ആ രീതിയിൽ അമ്പലത്തിൽ പട്ടികൾക്ക് കയറാം, പൂച്ചകൾക്ക് കയറാം, ആർക്കും കയറാം, പാമ്പിനും പട്ടിക്കും കയറാം. പക്ഷേ പറയലും പുലയനും അവിടെ കയറാൻ പാടില്ല. ഇന്നലെ ഉണ്ടായിരുന്ന സംഭവമാണ്. മുല മറയ്ക്കാൻ പാടില്ല, സ്വർണ്ണാഭരണം ധരിക്കാൻ പാടില്ല എന്നും പല രൂപത്തിലും പല ഭാവത്തിലും അതിവിടെ നടമാടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മതം മാറിപ്പോയി അവിടെ ആണുങ്ങളായിട്ട് നിലകൊണ്ടിട്ട് അവരാണ് ഈ ജന്തുക്കളെ കാണുമ്പോൾ ചെവിടത്ത് 2 വെച്ച് കൊടുക്കുന്നതും ചിലപ്പോൾ തല തല്ലി പൊളിക്കുന്നതും. അത് അവരുടെ ഉള്ളിലുള്ള കുടിപ്പകയാണത്. അത് അലിയാർ ഖാസ്മി ആ പദ്യം മുഴുവൻ പൂരിപ്പിച്ച് കയറ്റിയ സമയത്ത് ആ മറ്റേ സംഖ്യ അവിടെ നിന്ന് ഇളിപ്പിനായി പോയി. മുഖം കിടങ്ങനെ വിളറി വെളുത്തു, കുഷോഗിയുടെ പോലെ അങ്ങനെ ആയിപ്പോയി. ഏതായാലും മതം മാറിപ്പോകുന്നത് ഗതികേട് കൊണ്ടാണ്. അച്ഛൻ ഹിന്ദുവായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ ഹിന്ദുവായിരുന്നു, അച്ഛൻ്റെ 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 അച്ഛൻ ഹിന്ദുവായിരുന്നു, അമ്മയുടെ 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 അമ്മ ഹിന്ദുവായിരുന്നു. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി? ഗതികെട്ടിട്ട്. താൻ ഗതികെട്ടവനാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ, അതുവരെ അങ്ങനെ ബോധ്യം ഉണ്ടായിരുന്നില്ല. തമ്പുരാൻ തല്ലിക്കഴിഞ്ഞാൽ പുലയൻ പുലയത്തിയോട് പറയും എന്തിനാടി നീ കരയുന്നത്? തമ്പുരാൻ ഒരു തല്ല് തല്ലിക്കഴിഞ്ഞാൽ 2 പറ തല്ല് കിട്ടുപടി എന്ന് പറഞ്ഞ് കാലുമക്കെടുക്കുന്ന ചങ്ങല അതൊരു ആഭരണമാണെന്ന് കരുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പ്രതികരിച്ചില്ല. പക്ഷെ പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങി. പക്ഷെ അതിനകത്ത് നിന്ന് പ്രതികരിക്കാൻ എപ്പോഴും പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്യുന്നു? നമസ്തേ പറഞ്ഞ് ഇങ്ങനൊരു ജന്തുമതം ഞങ്ങൾക്ക് വേണ്ട, ഇനി ഞങ്ങൾക്കിങ്ങനെ ഒരു തമ്പുരാനുമില്ല, ഒരു കൊണാപ്പ് തമ്പുരാനുമില്ല എന്ന് പുറത്തേക്ക് വരുന്നു. അവിടെ ഒരു തമ്പുരാൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു തമ്പുരാൻ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ പ്രവാചകനാണ്, അതൊരു ഗുരുവാണ്, ദേവദൂതരാണ്, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നൊരാൾ തൻ്റെ ജീവിതത്തിലൂടെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് തന്നെ ഗതികെട്ട് അടികിട്ടി നട്ടലൊടിഞ്ഞ് കൂലിക്കൂടി മറ്റുള്ളവർക്ക് ചവിട്ടുകല്ലായിട്ട് മാറേണ്ട ഗതികേട് വരുന്നവരാ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. കുറ്റവാളികളെല്ലാവരും, ക്രിമിനൽസ് എല്ലാവരും. ആയതുകൊണ്ട് തന്നെ സ്റ്റാലിൻ പറഞ്ഞിരിക്കുകയാണ്, ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തി വരുന്ന പിന്നാക്കക്കാർക്കും അതീവ പിന്നാക്കക്കാർക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ആൾക്കാർ മതം എന്താണെന്ന് ഈ ജന്തുമതത്തിനൊരു അർത്ഥവും ആഭ്യാത്യവും ഇല്ല. ഉപനിഷത്തുണ്ട്, അത് അലമാരയ്ക്ക് അകത്തിരിപ്പുണ്ട്. കുപ്പിഭരണിക്കകത്ത് ലഡ് കെടുക്കുന്ന പോലെ അതൊക്കെ മനസ്സിലാക്കി ലോകരെ കണ്ട് അദ്വേഷത്തോടുകൂടി, മൈത്രിയോടുകൂടി, കരുണയോടുകൂടി, സൗഹൃദത്തോടുകൂടി, പരപരിഗണനയോടുകൂടി മനുഷ്യന്മാരെ എല്ലാവരും മനുഷ്യന്മാരായിട്ട് കാണുന്ന ഇസ്ലാമിലേക്ക് ഒരു വലിയ സമൂഹത്തിൽപ്പെട്ട മറ്റേ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ആളോ ആരെങ്കിലും വന്നാൽ അവർക്ക് സംവരണമില്ല കേട്ടോ. അത് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ വേറൊരു രീതിയിൽ മതം മാറ്റം പറഞ്ഞ് വന്നവരാണല്ലോ. പക്ഷെ ഗതികെട്ട് അടിയും തല്ലും, സമ്മർദ്ദങ്ങൾ, ഒഴിവാക്കലുകൾ, പാർശ്വവൽക്കരിക്കലുകൾ, അതിൽ നിന്നുള്ള മോചനത്തിനായിട്ട് വരുന്ന പിന്നാക്കക്കാർക്കും അതീവ പിന്നാക്കക്കാർക്കും
ഡീനോട്ടിഫൈഡ് വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ഹർജിയാണ് കൊടുത്തത്. അതവർ അപേക്ഷകൾ പരിഗണിക്കാൻ നിൽക്കുകയാണ്. ആദ്യ ദ്രാവിഡര്, പിന്നാക്ക വിഭാഗങ്ങൾ, അതീവ പിന്നാക്ക വിഭാഗം, ഡീനോട്ടിഫൈഡ് സമുദായങ്ങൾ എന്നിവയുടെ സാമൂഹികവും അതുപോലെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള നിലവാരം സർക്കാർ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ട് MK സ്റ്റാലിൻ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു. ഇത്തരം ആളുകളെ മേലോട്ട് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന് വലിയ അർത്ഥമില്ലെന്ന് ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കുമ്പോൾ അവരോടൊന്ന് വേറെ ഭൂമിക തേടി പോകുന്നുണ്ട്. അവർക്കും കൊടുക്കും എല്ലാ സംവരണവും. സമാന രീതിയിൽ ഈ അഭ്യർത്ഥനയും സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെയുള്ളവരെ സംരക്ഷിക്കും, അവരെ ഗതികേടിൽ മാറ്റാനുള്ള ശ്രമം നടത്തും, ഈ ഗതികേടിൽ മനം നിന്ന് ഇവിടുന്ന് പോയവരെയും സംരക്ഷിക്കും. അവർക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് കിട്ടിയ എല്ലാ പ്രിവിലേജും എന്തൊക്കെയാണോ അത് അവർക്കും കൊടുക്കും. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിയമവിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ. സ്റ്റാലിനാണ് പറഞ്ഞത്, നടപ്പാവും. ഇസ്ലാം മതം സ്വീകരിച്ച പിന്നാക്ക വിഭാഗത്തിലെയും അതീവ പിന്നാക്ക വിഭാഗത്തിലെയും നോട്ടിഫൈഡ് സമുദായങ്ങളിലെയും അംഗങ്ങൾക്ക് സർക്കാർ സംവരണം നിഷേധിക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ജവാഹറുള്ള, അദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ നേതാവാണ്, ഈ ആരോപണം ഉന്നയിച്ചതും ഹർജി അവിടെ വെച്ചതും. അതേസമയം പുതിയ സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള അതിർത്തി നിർണയത്തിനെതിരെയും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിനെതിരെയും തമിഴ്നാട് നിയമസഭ പ്രമേയം അവതരിപ്പിച്ചു. അത് വേറൊരു വിഷയമാണ്, അത് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇത് നല്ലൊരു തീരുമാനമാണ്. നിങ്ങൾക്ക് ഗതികേടാണെങ്കിൽ റഫേൽ വരുന്ന പോലെ, പലസ്തീനിലെ റഫേൽ നടക്കുന്ന പോലെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കും തിരിയാൻ പറ്റില്ല. അവിടെ ഇരുന്നുകൊണ്ട് സമ്മർദ്ദം, വെള്ളം പോലും കിട്ടാനില്ല, പച്ചിലകൾ തിന്ന് ജീവിക്കുന്നു, പട്ടിക്കൂടിനകത്ത് കിടന്നുറങ്ങുന്നു, ആ ഗതികേട്. എന്നിട്ടും ബോംബിന്റെ ഭീഷണി, എല്ലാത്തിനെയും കൂട്ടി ഒരു ചാക്കിനകത്തായി കെട്ടി ഉള്ള തീയിലിടുന്ന പോലെ. പക്ഷെ ഇവിടെ സ്റ്റാലിൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഗതികേടാണോ, നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളാണോ, നിങ്ങൾ മുസ്ലിം ആയിക്കോളൂ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പോയിക്കോളൂ. അതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ന്യൂനതകളും ലോപങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അധകൃത വിഭാഗമായിട്ടുള്ള, പിന്നോക്ക വിഭാഗമായിട്ടുള്ള, അതീവ പിന്നോക്ക വിഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വിദൂരമായിട്ടുള്ള സല്യൂട്ട്, ബിഗ് സല്യൂട്ട് സ്റ്റാലിനും. കേരളത്തിലുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ അമ്പലത്തിൽ കയറി പൂജ ചെയ്യാൻ പാടില്ല, എന്നാൽ അവർക്ക് പോയിട്ട് ബുദ്ധമതത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്കോ മതം മാറി പോകാൻ അതിനും മനസ്സ് വരുന്നില്ല. കാരണം അവരുടെ തലതൊട്ടപ്പന്മാർ ഒക്കെയും മോഡിയുടെ അടിയും കാലും പിടിച്ച് നടക്കുകയാണ്, വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളൊക്കെ. ശ്രീനാരായണീയ മതം എന്നൊരു മതത്തിൻ്റെ ആ മതപ്രഖ്യാപനത്തിൻ്റെ അടുത്ത് വരെ എത്തിയതാണ്. പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ചില സാമ്പത്തിക കാര്യങ്ങളുടെ നേട്ടങ്ങൾക്കായിട്ട് ഈഴവന്മാരുടെ കണ്ണുകെട്ടി, ഈഴവ സമുദായത്തിൻ്റെ കണ്ണുകെട്ടി ഇപ്പോഴും അവരെ ഗിന്ദു എന്ന് പറഞ്ഞ് നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഇന്നും പ്രിവിലേജിന്റെ കാര്യത്തിൽ പിന്നോക്കാണ്. ശബരിമലയിലോ വൈക്കത്തോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരോ വടക്കുന്നാനിലോ അവർക്ക് പൂജിക്കാൻ പറ്റുമോ? ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. അവിടെ അനധികൃതമായിട്ടുള്ള സംവരണമാണ്. പൂണൂൽധാരികളായിട്ടുള്ള കേരള ബ്രാഹ്മണന്മാർക്ക് മാത്രം പൂജ ചെയ്യാവുന്നത്. അതെന്ത് സംവരണമാണത്? ഏതായാലും ഇവരൊക്കെ സ്റ്റാലിനെ കണ്ടുപിടിക്കട്ടെ. നമസ്കാരം.